ഹായ് ഹലോ സീനി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൂന്തൽ കറിയും അതിൻ്റെ കൂടെ ഒരു നൊസ്റ്റാൾജിക് ചമ്മന്തി ആയിട്ടാണ് കേട്ടോ. വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ നൊസ്റ്റാൾജിക് ചമ്മന്തിയുടെ റെസിപ്പി കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് കൂന്തളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂന്തൽ വൃത്തിയാക്കാൻ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ മൊത്തം യൂട്യൂബിലാണല്ലോ, എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ കൂന്തളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം അത് പീസാക്കി കത്രിക കൊണ്ട് കട്ട് ചെയ്തിടുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചൂരയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂര മീൻ കടയിൽ നിന്ന് തന്നെ വെട്ടിയിട്ട് കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വൃത്തിയാക്കുന്ന വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കൂന്തളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിയപ്പോൾ ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്നായിരുന്നു കേട്ടോ കൂന്തൾ. അപ്പോൾ അതിൻ്റെ മഷിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിയെടുത്തു. മഷിയൊക്കെ ഒന്ന് കളഞ്ഞ് ചിലതിൻ്റെ മാത്രം മഷി കൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയായി നന്നാക്കി കഴുകി എടുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കല്ലുപ്പ് ഇത്രയും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ കൂന്തളിന് നല്ല വേവുണ്ട്, അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ ഞാൻ കൂന്തൾ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ തക്കാളിയോ സവാളയോ ഒന്നും ചേർത്ത് ഇവിടെ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചൂര നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുടംപുളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു കുഞ്ഞു സവാള അരിഞ്ഞത്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയായിരുന്നു ചേർത്തത്. പിന്നെ അതിനുശേഷം കല്ലുപ്പും ഒരല്പം വെള്ളവും കൂടെ തൂക്കിയിട്ട് നമുക്കിതൊന്ന് അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ഇതും അധികം ചാറുകറിയല്ല കേട്ടോ, എല്ലാം ഒരു തൊടുകറി പോലെയാണ് കേട്ടോ ഞാൻ രണ്ടും വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നന്നായിട്ട് ചട്ടി കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ച് നമുക്ക് ചൂരയും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും രണ്ടടുപ്പിലായിട്ടത് തിളക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചൂര വെന്ത് വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ലൈറ്റ് ഇടാതെയാണ് വീഡിയോ എടുത്തത്, അത് ഓർമ്മ ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് കേട്ടോ ഓർത്തത്. അപ്പോൾ ഇതാ നമ്മുടെ കൂന്തളൊക്കെ തിളച്ചിട്ടുണ്ട്. കൂന്തൾ നല്ല വേവുണ്ട്, തിളച്ച് വന്നിട്ടേ ഉള്ളൂ. ഇനി അത് അവിടെ ഇരുന്ന് അങ്ങനെ വേവട്ടെ. പിന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ചമ്മന്തി. ഇത് നമ്മുടെ ഉണക്ക മാന്തൾ ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ മാന്തൾ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മക്കളൊന്നും ഇപ്പം വന്നിട്ടില്ല. അപ്പം ഞാനിത് ചുടുന്ന സമയത്ത് സ്മെല്ല് വന്നിട്ട് അവർ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിത് ആദ്യമായിട്ട് കഴിക്കുകയാണ്, ആദ്യമായിട്ട് അറിയുകയാണ് ഇങ്ങനെ ഉണക്കമീൻ ചൂടും അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കുന്നുള്ളത്. അവർക്ക് പുതിയ വിവരമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്മെല്ല് വന്നപ്പോൾ അവർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഇത് കൂട്ടണ വേലുമ്മ പറഞ്ഞ് പണ്ടത്തെ ചമ്മന്തിൻ്റെ ഒരു സ്മെല്ലില്ലേന്ന്. അപ്പാണ് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയത്. അപ്പാണ് ഉണക്കമീൻ ചുട്ടത്. അപ്പോൾ നമ്മൾ മീനൊക്കെ ചുട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ആ സമയത്ത് തന്നെ അന്ന് ഞങ്ങൾ കുറച്ച് ഉണക്കമുളക് നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് വറുത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മില്ലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതും കവറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മുളക് ഉണക്കുന്ന പണിയുള്ളത് കൊണ്ട് തന്നെ കറികളൊക്കെ ഒരു തൊടുകറികളായിരുന്നു കേട്ടോ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുളകൊക്കെ ഒന്ന് കവറിലേക്ക് മാറ്റിയിട്ടുണ്ടേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതിൻ്റെ കൂടെ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പം നമ്മുടെ കൂന്തൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കൂന്തൾ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് ചമ്മന്തിക്ക് ഉള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ നന്നായിട്ട്
അതിൻ്റെ പൊടിയും ചാരമൊക്കെ മുട്ടിക്കളഞ്ഞ് ഞാനതൊന്ന് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ചെറുതായിട്ട് പിച്ചി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരല്പം കാന്താരി മുളകും അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇടികല്ലില്ലാത്തത് കൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ടാണ് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പാത്രത്തിൽ വെച്ചിട്ട്. നന്നായിട്ടൊന്നും അരഞ്ഞൊന്നും പോകണ്ട. നമുക്ക് ഇനി അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിലാണെങ്കിലും ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നുള്ളി വെച്ചിട്ടുള്ള മുള്ള് കളഞ്ഞിട്ടില്ല ഞാൻ മാന്തളിൻ്റെ. നമുക്ക് മുള്ള് എടുക്കാവുന്ന അത്ര ചെറിയ മാന്തളായിരുന്നു കേട്ടോ. അപ്പോൾ മുള്ള് കളയുന്നവർക്ക് മുള്ളും കൂടെ കളഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ. നമ്മുടെ ഉള്ളിയും കാന്താരി മുളകും നമ്മുടെ ഉണക്കമാന്തളും എല്ലാം കൂടെ കൈകൊണ്ടൊന്ന് മുള്ളു കയറാതെ നന്നായിട്ടൊന്ന് തിരുമ്മി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ തൂകി കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ആവശ്യമുള്ളവർക്ക് മാത്രം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായം അറിയിക്കുകയും വേണം.